നമസ്കാരം. സഹ്യ ന്യൂസിലേക്ക് സ്വാഗതം. ഭർത്താവും ഇടനിലക്കാരനും ചേർന്ന് അവയവ കച്ചവടത്തിന് നിർബന്ധിക്കുന്നുവെന്ന ആരോപണവുമായി കഴിഞ്ഞ ദിവസം കണ്ണൂർ നെടുമ്പുയിൽ സ്വദേശിനി രംഗത്തെത്തിയിരുന്നു. സംഭവത്തിൽ കൂടുതൽ വെളിപ്പെടുത്തൽ നടത്തിയിരിക്കുകയാണ് അവരിപ്പോൾ. തനിക്ക് അവയവം കൊടുക്കാൻ താല്പര്യമില്ലായിരുന്നുവെന്നും പേടിയായിരുന്നുവെന്നും അവർ മാധ്യമത്തോട് പറഞ്ഞു. ഇടനിലക്കാരായ ബെന്നി 50 പേരെ അവയവ കച്ചവടത്തിന് ഇരയാക്കിയെന്ന് യുവതി ആരോപിച്ചു. വൃക്ക നൽകിയ 40 ലക്ഷം വരെയും കരളിന് അതിൽ കൂടുതലും കിട്ടുമെന്ന് അവർ പറഞ്ഞു. എന്നാൽ ദാതാവിന് വെറും 9 ലക്ഷം മാത്രം നൽകി ബാക്കി പണം ഇടനിലക്കാർ തട്ടുകയാണ് പതിവെന്നുമാണ് യുവതി പറയുന്നത്. അവരുടെ നിർബന്ധം മൂലം ഈ മാസം 15-ന് പരിശോധനയ്ക്ക് വിധേയയായിരുന്നു. ഈ മാസം 15-ന് ശസ്ത്രക്രിയ നടത്താൻ നിശ്ചയിച്ചു. പിന്നീട് ഭയം മൂലം പിന്മാറിയെന്നും അവർ കൂട്ടിച്ചേർത്തു. അവയവം നൽകാൻ തയ്യാറായില്ലെങ്കിൽ കൊല്ലുമെന്ന ഭർത്താവും ബെന്നിയും ഭീഷണിപ്പെടുത്തിയെന്ന് കാണിച്ച് യുവതി പോലീസിൽ പരാതി നൽകിയിട്ടുണ്ട്. അതേസമയം യുവതി അവയവം നൽകുന്നതിൽ നിന്ന് പിന്മാറിയത് പണമിടപാട് സംബന്ധിച്ചുള്ള തർക്കത്തിലാണെന്ന് പോലീസ് സംശയിക്കുന്നുണ്ട്. അവയവ വിൽപ്പനയ്ക്കായി ഇറാനിലേക്ക് മനുഷ്യക്കടത്ത് നടത്തിയ കേസിൽ തൃശൂർ എടമുറ്റം സ്വദേശി സാബിത് നാസർ ദിവസങ്ങൾക്ക് മുൻപ് അറസ്റ്റിലായിരുന്നു. ഇതിന് പിന്നാലെയാണ് ഒരിടവേളയ്ക്ക് ശേഷം അവയവക്കടത്ത് വീണ്ടും ചർച്ചയായത്. അവയവക്കടത്തിന് ഇരയായെന്ന് ആരോപിച്ച നിരവധി പേർ രംഗത്തെത്തിയിരുന്നു. ഇതിനിടെ അവയവ മാഫിയയുടെ ഇടനിലക്കാരനടക്കം 4 പേർ പീഡിപ്പിച്ചെന്ന് കാണിച്ച വൃക്ക തട്ടിപ്പിനിരയായ ആലപ്പുഴ സ്വദേശിനിയായ വീട്ടമ്മ പരാതി നൽകിയിരുന്നു. എന്നാൽ കേസിൽ അന്വേഷണം ഇഴയുന്നതായി ആരോപണം ഉയർന്നിട്ടുണ്ട്. കേസിൽ പ്രതികളുടെ മൊഴി പോലും ഇതുവരെ രേഖപ്പെടുത്തിയിട്ടുമില്ല. ആശുപത്രി ജീവനക്കാരിയായിരുന്ന പരാതിക്കാരി 2020-ൽ എറണാകുളത്തുകാരനായ ഏജന്റിന്റെ പ്രേരണയിലാണ് വൃക്ക നൽകിയത്. 8.5 ലക്ഷം രൂപയായിരുന്നു വാഗ്ദാനമെങ്കിലും 3.5 ലക്ഷം രൂപ മാത്രമേ കൈമാറിയിട്ടുള്ളൂ. ഇവർ ഒപ്പിട്ട ഒരു ബ്ലാങ്ക് ചെക്ക് ഇതിനിടെ ഏജന്റ് കൈവശപ്പെടുത്തി. ബാക്കി തുക ആവശ്യപ്പെട്ടപ്പോൾ ഭീഷണിയായി. അവയവദാനത്തിന് തയ്യാറായവരെ കണ്ടെത്തി തങ്ങൾക്ക് മുൻപിലെത്തിച്ചാൽ പണം നൽകാമെന്നും പറഞ്ഞു. വീട്ടമ്മ ഏതാനും പേരെ സംഘവുമായി ബന്ധപ്പെടുത്തി നൽകി. അവരും കബളിപ്പിക്കപ്പെട്ടെന്ന് തിരിച്ചറിഞ്ഞതോടെ പോലീസിൽ പരാതിപ്പെടാൻ തീരുമാനിക്കുകയായിരുന്നു. ഇതോടെ ചെക്ക് ഉപയോഗിച്ച വീട്ടമ്മയെ കള്ളക്കേസിൽ കുടുക്കി. പിന്നാലെ ജോലി നഷ്ടപ്പെട്ടു. പോലീസിൽ പരാതി നൽകുമെന്ന് പറഞ്ഞപ്പോൾ ഏജന്റും കൂട്ടരും ശാരീരികവും മാനസികവുമായി പീഡിപ്പിച്ചെന്നാണ് പരാതി. 2023 അവസാനമാണ് പോലീസിന് പരാതി നൽകിയത്. പ്രാഥമിക അന്വേഷണത്തിൽ അവയവ കച്ചവടമാണ് കേസിലേക്ക് നയിച്ചതെന്ന് വ്യക്തമായി. ഈ വർഷം ഫെബ്രുവരിയിൽ 4 പേർക്കെതിരെ കേസെടുത്തു. അന്വേഷണം പുരോഗമിക്കുകയാണെന്നാണ് പോലീസിന്റെ വിശദീകരണം. ന്യൂസ് ഡെസ്ക്, സഹ്യ ന്യൂസ്.